നമുക്കിന്നൊരു മട്ടൻ പെരട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് നമുക്ക് 3 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 6 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇനി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റിന് വയ്ക്കുക. ഇനി മട്ടൻ പെരട്ടിന് ആവശ്യമായ കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 8 സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 4 പച്ചമുളക്, അത് നമുക്ക് നെടുവിനെ കീറി വെക്കാം. ശേഷം 6 തക്കാളി എടുത്ത് നീളനെ അരിഞ്ഞ് വെക്കാം. നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. 2 സവാളയാണ് ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മട്ടനിൽ ഇടേണ്ട സവാളയുടെ കണക്ക് പെടില്ല. ഇതിന് 2 എക്സ്ട്രാ ഉള്ളി തന്നെ നമുക്ക് എടുക്കണം. സവാള നല്ല നീളത്തിന് കട്ടി കുറച്ച് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ഇട്ടാൽ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. സവാള ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പം നമ്മുടെ സവാള ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അധികം കരിയുന്ന മുമ്പ് നമുക്കിത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. സെയിം എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരല്പം പെരിഞ്ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മട്ടന് വേണ്ടി അരിഞ്ഞു വെച്ച 8 സവാള നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വയണയിലയും അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഈ കാണുന്ന മസാലക്കൂട്ടുകൾ നമുക്ക് ഉള്ളിയിലിട്ട് വഴറ്റിയെടുക്കാം. ശേഷം മല്ലിയിലയുടെ തണ്ടും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു രമ്പയില ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയും നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നല്ലൊരു യെല്ലോ ഗോൾഡൻ കളറിലേക്ക് വരണം. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അതാകുമ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലേക്ക് ചേരും. സവാളയും തക്കാളിയും ഈ ഒരു പരുവത്തിലെത്തി നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കടുത്ത് മട്ടൺ സെറ്റ് ചെയ്യാം. ചൂടായ കുക്കറിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിയിലയും നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയും തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇനി മട്ടൺ വേവാനായിട്ട് 4 വിസിൽ, അതാണ് കണക്ക്. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ആവിയൊക്കെ വരുന്നുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
നേരത്തെ സവാള വഴറ്റിയ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് 5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളിട്ട് നമുക്ക് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറാനാണ് നമ്മളിങ്ങനെ എണ്ണയിൽ മസാലക്കൂട്ടുകളെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതിനുശേഷം നമുക്ക് നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച മട്ടൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതിന് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ടിനെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയം നമുക്ക് നല്ല ഫ്രഷായിട്ട് പ്ലക്ക് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മട്ടൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീട്ടിൽ മട്ടൻ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.